ചുഴലിക്കാറ്റ് റാന്നിയെ തകർത്തു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന വ്യാഴാഴ്ച വീശിയടിച്ച ചുഴലിക്കാറ്റ് റാന്നിയിൽ വ്യാപക നാശമാണ് ഉണ്ടാക്കിയത്. വൺവേ റോഡിനോട് ചേർന്ന പുരയിടങ്ങളിലെ മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും റോഡിലേക്കാണ് പതിച്ചത്. ഇതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു 50 മീറ്റർ അകലത്തില് ഒരു ചുഴലി പെട്ടെന്നടിച്ചു. ഒരു 10 മിനിറ്റ് നില നീണ്ടു എന്നുള്ളൂ. പക്ഷെ ആ ചുഴലി അടിച്ചോണ്ടിന് ഒരു 6 മരത്തിന് വട്ടം കറക്കിയിട്ട് ആ മരം വീണ്ടും ചെറിയ ഇങ്ങോട്ട് വന്നു ഈ ബൈപ്പാസ് റോഡിൽ എല്ലാം കൂടെ ഏതാണ്ട് 700 മരത്തിന്റെ അകത്ത് 200 മരത്തോളം നഷ്ടപ്പെട്ടു പോകും. 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ആളുകൾക്കൊന്നും ജീവഹാനി സംഭവിച്ചില്ല. കാരണം വെച്ചാൽ ഈ മരങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് വീണത്. ആദ്യത്തെ വീണ് തുടങ്ങിയതും ഈ അവസാനിക്കുന്നതുമായിട്ട് 15 മിനിറ്റിന്റെ ഡിലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡിൽ നിന്നവരെല്ലാം കണ്ടു ഇത് മരം വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരും ഇങ്ങോട്ട് ഈ ബൈപ്പാസ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിച്ചില്ല. അങ്ങനെ അപകടങ്ങൾ ഒഴിവായി. ഇതുവഴി എരുമേലിയിലേക്ക് കടന്നുപോകുന്ന 33 kV ലൈനും മറ്റു ലൈനുകളും തകർന്നതിനാൽ വൈദ്യുതിയും നിലച്ചു. കൂറ്റൻ ഇരുമ്പ് പോസ്റ്റുകളാണ് വളഞ്ഞും തകർന്നും നിലം പതിച്ചത്. എരുമേലിയിൽ നിന്നുള്ള KCB ജീവനക്കാരെത്തിയാണ് ലൈൻ പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ വേഗത്തിൽ തീർക്കുന്നത്. ബൈപ്പാസിലെ ഗതാഗതം നിലച്ചോടെ വാഹനങ്ങൾ മെയിൻ റോഡിലൂടെ സഞ്ചരിച്ചു. ഇത് ഇട്ടിപ്പാറ ടൗണിൽ വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കി. പോസിറ്റീവ് ന്യൂസ്, പത്തനംതിട്ട.